മദർ ഓഫ് ഗ്രേസ് ആണ്. കൃപ നിറഞ്ഞ മറിയം. ഈ മദർ ഓഫ് ഗ്രേസ് തന്നെയാണ് വാഗ്ദാന പേടകമായി ഉടമ്പടിയിലൂടെ നമ്മൾക്ക് നമ്മുടെ ജീവിത അവസ്ഥകളിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലായി നമുക്ക് അനുഭവ സാക്ഷ്യം പറയാൻ കഴിയണത്. അപ്പോൾ നിങ്ങളൊരു കൃപയുടെ സന്നിധാനത്തിലാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ. കൃപ സ്വാഭാവികമായിട്ടും അത് കൃപയുടെ ഒരു പ്രത്യേകത, കൃപയ്ക്ക് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. അത് എല്ലാ മേഖലകളെയും വ്യത്യസ്തങ്ങളായ രീതികളിൽ സ്പർശിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും കൃപ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും ദൈവശക്തിയായിട്ട്. അപ്പോൾ നിങ്ങളെ ആരാധനയ്ക്ക് മുമ്പ് തന്നെ ആ വിഷയം, നിങ്ങൾ രോഗിയാണെങ്കിൽ അത് ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഇപ്പോഴ് മൗനമായി സമർപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് രോഗങ്ങളില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ പേരിൽ ആ വിഷമം അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതാണ്. കൃപ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണത്. അത് നമുക്ക് കൃത്യമായി മനസ്സിലാകും. അതായത് ഇതിന് ടൈമില്ല എന്നുള്ളതാണ് പ്രശ്നം. കാലവുമില്ല, ദേശവുമില്ല. കൃപ കാലാതീതവും ദേശാതീതവുമാണ്. അതുകൊണ്ടാണ് ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തുള്ളവർ ഈ സെക്കൻഡിൽ സുഖപ്പെടുന്നത്. എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കാണാം. അവർ ഭൂഖണ്ഡങ്ങൾ അപ്പുറത്തു നിന്നാണ് ഈ ശുശ്രൂഷ കൂടുന്നത്. പക്ഷേ ഓൺ സെക്കൻഡ് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ മുഴകൾ അപ്രത്യക്ഷമാകണത് കാണാം. അപ്പം കൃപയുടെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ കണ്ണുകൊണ്ട് കാണാത്ത വിധത്തിലും ഇത് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാം. അപ്പം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ, ഞാനിത് പറയാൻ കാരണം, നിങ്ങൾക്കിതുപോലെ ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛൻ ആരാധന തുടങ്ങിയിട്ടില്ല. എപ്പോഴും തുടങ്ങുന്ന മുമ്പ് തന്നെ നിങ്ങൾ മൗനമായി ഭക്തിപൂർവ്വം സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കിറ്റ് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കുടുംബങ്ങളുണ്ട് ഇന്ന് കേരളത്തിലല്ല, പുറത്തും എല്ലായിടത്തും. അല്ലെങ്കിൽ അവർക്ക് വേറെ പട്ടിണിയാണ്, അവരുടെ പ്രശ്നമില്ല അവർക്ക്. ഇനി ജോലി നഷ്ടപ്പെട്ടവർ കടം മേടിച്ചു എന്ത് വിപത്താണ് ഇനി വരാൻ പോണതെന്ന് അറിയാൻ പാടില്ല നിൽക്കുന്നുണ്ട്. ഇത് എപ്പോൾ തീരും? ഈ കൊറോണ എപ്പോൾ തീരും? ഇതിൻ്റെ സാമ്പത്തിക തകർച്ചകൾ എപ്പോഴാണെന്ന് അവസാനിക്കണത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ ഓർത്തിട്ട് നമുക്കൊരു എത്തും പിടിയും ഇല്ലാത്ത ഒരവസ്ഥ. ആ ജീവിതത്തിൻ്റെ ഫ്ലോ അങ്ങ് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ മണി ഫ്ലോയും പോയി, സാമ്പത്തികമായ വരവ് ചിലവെല്ലാം പോയി. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണിനി സംഭവിക്കാൻ പോകുന്നത്? മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാതെ വരുമോ? ആശങ്കകൾ. ഈ ആശങ്കകളെന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളാണ്. അതും ഇപ്പോഴ് നമ്മൾക്ക് കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കണം. നിങ്ങളുടെ ജോലി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശമ്പളം കിട്ടാത്ത അവസ്ഥ. ജോലി ഉണ്ട് പലർക്കും, പക്ഷേ ശമ്പളം കിട്ടണില്ല. 10 മാസമൊക്കെ ആയിട്ട് ശമ്പളം കിട്ടാത്തവരുണ്ട്. അവരോട് ശമ്പളം ചോദിക്കാതെ മിണ്ടാതെ പ്രാണികളെപ്പോലെ ഏതായാലും ഭക്ഷണത്തിനുള്ള മക കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം ശമ്പളം ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ വേണേൽ പോയിക്കൊള്ളാൻ പറയും. അങ്ങനെയുള്ള ഒരു വികലമായ ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനൊക്കെ എല്ലാത്തിനും ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, കൃപാസനത്തിൽ അതിന് പരിഹാരം ഇല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകത്തില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനം വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള അഭിഷേക കേന്ദ്രമാണ്. ഉടമ്പടി അമ്മ തരണതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഉടമ്പടി തരുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ശാരീരികവും മാനസികവുമായി തകർന്നവർ, അവരുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ദൈവിക സംവിധാനമാണ് ഈ ആരാധനാ തളം. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളും വിദൂരങ്ങളിൽ എന്നെ ശ്രവിക്കുന്നവരും നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇപ്പോഴത്തന്നെ ആരാധനയ്ക്ക് മുമ്പ് പരിശുദ്ധമോ ഇതിനൊരു തീരുമാനം ഉണ്ടായി, ഞാൻ കൃപാസനത്താരെ കയറി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയണം. നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകും, ഞാൻ കൃപാസനത്താരെ കയറി ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശ്വരനെ മഹത്വപ്പെടുത്തുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരാധനയ്ക്ക് നമ്മൾ പോകുന്നത്. വീടില്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കുടുംബ കലഹമുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ.
ഇവിടെ എല്ലാം വേദനിക്കുന്നവരെ, നിങ്ങൾ അതിലൂടെയാണ് നിങ്ങളെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും അടുപ്പിക്കുന്നതും വളർത്തുന്നതും. അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാൻ ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴുള്ള വിഷയത്തിന് മാത്രമല്ല. ഇന്ന് കൊറോണയുടെ ഏറ്റവും വലിയ പ്രശ്നം ഭാവിയുടെ ആശങ്ക തലമാണ്. സാമ്പത്തിക മേഖലയിലും സാമ്പത്തിക കടങ്ങൾ പെരുകുന്നുണ്ട്. ഇപ്പോൾ രോഗത്തിൻ്റെ മേഖലകളിലും എല്ലായിടത്തും. പിന്നെ നമ്മൾ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർ കയറിപ്പോകുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ, അതുപോലെ തന്നെ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ, ഇങ്ങനെ എല്ലാം നോക്കുമ്പോൾ എപ്പോഴും ആശങ്കയാണ്. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അതിൻ്റെ ആശങ്കകളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ പിൻപറ്റിയാണ് ഇന്ന് ആരാധന സഞ്ചരിക്കുന്നത്. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:36 തിരുവചനം. അതിൻ്റെ കോണ്ടസ്റ്റ് ഒരു പരൂസിയ കോണ്ടസ്റ്റാണ്. പക്ഷേ അതല്ല, വചനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വചനം എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ഫലങ്ങളുണ്ടാകുന്നത്. വചനം നമ്മളിപ്പോൾ നമ്മുടെ പ്രശ്നത്തോട് നമ്മുടെ മനസ്സിലുള്ളത് എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിലെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ വരുന്ന ആശങ്കകളെ എങ്ങനെയാണ് വചനം തരണം ചെയ്യണത്? എങ്ങനെ ആശങ്കകളെ എങ്ങനെ തരണം ചെയ്യാം? അതിനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്ത് ചെയ്യണം? സംഭവിക്കാൻ പോകുന്ന 21:36 സംഭവിക്കാൻ പോകുന്ന ഇവയെന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അപ്പം നമുക്ക് വേണ്ടത് കരുത്താണ്. ശരിക്കും സംഭവിക്കാൻ പോകുന്ന ആശങ്ക വരുമ്പോൾ നമ്മൾ എന്നാ സംഭവിക്കണത്? ആശങ്ക വരുമ്പോൾ സ്വാഭാവിക സാമ്പത്തിക ആശങ്ക വരാം. ഇപ്പോൾ രോഗിയാണെങ്കിൽ ശാരീരിക ആശങ്ക വരാം. ഞാൻ ഈ രോഗം കൊണ്ട് എത്ര കാലം സർവൈവ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും എൻ്റെ അടുത്ത കൊല്ലത്തെ അവസ്ഥ? എന്തായിരിക്കും എൻ്റെ 10 കൊല്ലം കഴിയുമ്പോഴുള്ള അവസ്ഥ? അപ്പോൾ രോഗികളുടെ ആശങ്കകൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആശങ്ക വരുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കണത്? വി വിൽ ലോസ്റ്റ് അവർ കറേജ്. നമുക്ക് അതിൻ്റെ കരുത്ത് പോകും. അതാണ് ബൈബിൾ പറയണത്. കരുത്ത് ലഭിക്കണം. നമുക്ക് കരുത്ത് ലഭിക്കണം. അപ്പം നമ്മൾ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും അനുഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വചനം അനുഗ്രഹം എന്ന് മാത്രമല്ല പറയണത്. പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് കരുത്താണ്. എന്നുവെച്ചാൽ ദ പവർ ടു സർവൈവ്. ഈ വിഷയത്തെ സർവൈവ് ചെയ്യാൻ ചിലപ്പോൾ ആ വിഷയം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നെന്ന് വരത്തില്ല. പക്ഷേ അതിൻ്റെ കറസ്പോണ്ടിങ് ആൻഡ് ഇക്വാലൻ്റ് പവർ നമുക്ക് കിട്ടും, കരുത്ത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വിഷയം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ചാർട്ട് ചെയ്ത് നടക്കണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ പൊള്ളലേൽക്കാതെ സർവൈവ് ചെയ്യാൻ ആവശ്യമായ കരുത്ത് ദൈവം അലോട്ട് ചെയ്യും. അതാണ് 21:34 പറയണത്. സംഭവിക്കാൻ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കരുത്ത് ലഭിക്കാൻ. അപ്പം അവിടെ കരുത്താണ് വേണ്ടത്. ചില സമയത്ത് ബൈബിൾ അതിനെ കപ്പാസിറ്റി എന്നൊക്കെ വിളിക്കും.
പക്ഷെ ഉൾക്കരുത്ത് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സദാ പ്രാർത്ഥനയിൽ നിരതരായിരിക്കാൻ. ഒന്ന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അതുപോലെ ആശങ്കപ്പെടുന്ന അനേകം മക്കള് ബലഹീനരായി പോകുന്നുണ്ട്. അവർക്ക് ആവശ്യമായ കരുത്ത് വിശേഷം 21:36 പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ നാഥനോട് ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവികമായ സ്വർഗീയമായ കരുത്തിനാൽ ഈ നിമിഷം ഞങ്ങളെ അഭിഷേകം കൃപയാലേ കൃപയാലനുദിനവും കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലനുദിനവും കൃപയാലനുദിനവും. കൃപയാലനുദിനവും കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലെയുള്ള ഭാവി ആശങ്കകളെ പ്രതിരോധിക്കാനും അതിൻ്റെ പൊള്ളലേൽക്കാതിരിക്കാനും. ഇപ്പം പൊള്ളലേൽക്കാതിരിക്കുന്നത് ബൈബിളിലെ ഒരു വലിയ ആധ്യാത്മിക അനുഭവമാണ്. ഒരു വിഷയത്തിന് സ്വാഭാവികമായിട്ട് വരുന്ന പൊള്ളലേൽക്കാതെ നമുക്കതിനെങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ബൈബിൾ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. എനിക്കതിനെക്കുറിച്ചൊരു 10-20 കൊല്ലം മുമ്പ് തന്നെ ഈ നോട്ട് കിട്ടിയതാണ്. അതായത് മനുഷ്യനെ ആവശ്യിക്കുന്ന അതീവ ഉത്കണ്ഠാകരമായ വിഷയത്തിൻ്റെ മേലെ അവൻ്റെ മെയ്യിട്ട് കൊള്ളാതെ ദൈവം പൊതിയപ്പെടുന്ന ഒരു ശാരീരിക ദൈവാനുഭവമുണ്ട്. ഒരിക്കലേ എൻ്റെ ഒരു പ്രാർത്ഥനാ സുഹൃത്ത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല അനുഭവങ്ങളൊന്നാണത്. ഒരിക്കൽ അദ്ദേഹത്തിന് CBI റെയ്ഡ് ഉണ്ടായി. അദ്ദേഹം ഒരു വ്യവസായി ആയത് കാരണം, വ്യാപാരി ആയത് കാരണം CBI റെയ്ഡുണ്ടായി. റെയ്ഡ് പലതരത്തിലുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ തന്നെ വിജിലൻസിൻ്റെ റെയ്ഡുണ്ടായി, ക്രൈംബ്രാഞ്ച് ഉണ്ടായി. കാര്യം പുള്ളിയുടെ ശത്രുക്കൾ പുള്ളിയെ ബിസിനസ്സിൽ നിന്ന് കളയാൻ വേണ്ടി ചെയ്യണ ഒത്തിരി ഹൈക്കോടതി കുറേ കേസ്. ഞാൻ ഈ സമയത്ത് ഓർക്കി, ഒരു മനുഷ്യന് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളെ ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. കാര്യം ഒരു കേസല്ലേ. അതായത് വിജിലൻസിൻ്റെ കേസുണ്ട്, ക്രൈംബ്രാഞ്ചിൻ്റെ കൂടെ CBI. അതായത് ഈ മനുഷ്യൻ്റെ പിന്നിലാണ് എപ്പോഴും പോലീസ്. ഒരു ദിവസം അദ്ദേഹം എന്നെ രാത്രി വിളിച്ചു. ഞാൻ എപ്പോഴും അത് ഓർക്കും. അങ്ങനെയാണ് ഞാൻ ഈ അഭിഷേകം പഠിച്ചെടുത്തത്. അതായത് അദ്ദേഹം രാത്രി എന്നോട് എന്നോട് പറഞ്ഞ, അച്ഛാ ഞാൻ ഇപ്പം സംസാരിക്കും, അതിനുശേഷം ഞാൻ സിം ഒടിച്ച് കളയാമെന്ന് പറഞ്ഞു. കാര്യം എന്താ, എന്നെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാര്യം അകത്തായാൽ പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അകത്തായത് തന്നെ അത്രയും തന്ത്രപരമായിട്ടാണ് നിൽക്കുന്നത്. അകത്ത് പോകരുത്, പോകുമെന്ന് പുള്ളിക്ക് ഉറപ്പായി.
പുള്ളിക്ക് ഉറപ്പായി. കാര്യം പുള്ളി 14ാമത്തെ നിലയിൽ നിൽക്കുകയാണ്, പുരുഷ താഴെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹമാണ്. പക്ഷേ ഇയാളെ എവിടെയോ ഈ പ്രദേശങ്ങളിൽ എവിടെയോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ വേറിട്ട് ലൊക്കേറ്റ് ഒന്നും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് പക്ഷേ പുള്ളിക്കറിയാം പിടുത്തത്തിലായി പോയെന്നറിയാം. എന്നോട് പറയും, നാളെ എന്നെ അച്ഛൻ ഈ കോള് കിട്ടില്ലെങ്കിൽ ഞാൻ അകത്തായെന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പരവേശം കൊള്ളിക്കണം, വിഷമിച്ചിട്ട് സങ്കടപ്പെട്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അത്രയും ആ മനുഷ്യൻ വേദനിക്കണ കാണുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. കാര്യം മറ്റൊരു സിറ്റിയിൽ എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റും. കാര്യം എൻ്റെ സംസാരം പിടിച്ചെടുത്താൽ പോലീസ് അപ്പോൾ തന്നെ ഇയാൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ ഉടനെ അതിനകത്തോടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ അവളെ ഇൻ്റലിജൻ്റായിട്ടാണ് മൂവ് ചെയ്യണത്. പുള്ളി എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അച്ഛൻ ഒന്നും പറയരുത്, പേര് പറയരുത്, സ്ഥലം പറയരുത്, ഒന്നും പറയരുത്, ഞാൻ നീ എന്നൊക്കെ പറയാവൂ. അത്രയേ ഉള്ളൂ പ്രശ്നം. കാര്യം അത്രയും സീരിയസ് ആണ് വിഷയം. കള്ളക്കേസാണ്. പക്ഷേ നമ്മൾ തെളിയിക്കണം കോടതി തെളിയിക്കണമെമ്പോൾ അകത്തായി പോയത് തന്നെ. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത. അതാണ് നമുക്ക് ജാമ്യമില്ല. കള്ളക്കേസാണ്. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോടതി വരണം. കോടതി വെക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഉണ്ട തിന്നതന്നെ പ്രശ്നം. കോടതി വെക്കേഷൻ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചകത്തിടാൻ ഉദ്ദേശിക്കുന്ന ഒരു ശത്രുക്കൾ കൃത്യമായ കാര്യം നിൽക്കത്തുള്ളൂ. പിന്നീടല്ല ഇവരെ അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ലീവായിരിക്കും. പിന്നെ 2 മാസം കഴിയേണ്ടി വരും. അതിനുള്ളിൽ എല്ലാ തെളിവുകളും ആർക്ക് അനുകൂലമാക്കി അവരെടുക്കും. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴേ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ഉപദേശം കൊടുക്കും? എനിക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റണില്ല, പേര് പോലും വിളിക്കാൻ പറ്റണില്ല. പിന്നെ എന്തു ചെയ്യും? ഇതാണ് ഈ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ഭയങ്കര ഈ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും ശക്തിയും ഏറ്റവും ബലഹീനതയും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അറിവുകേടാണ് സംഭവം. നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? പരിശുദ്ധാത്മാവ്. കാരണം ജന്മനാ തന്നെ ജനിക്കുമ്പോൾ തന്നെ ജ്ഞാനസ്ഥാനത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതാണ്. നമ്മൾക്ക് പിന്നെ സ്ഥൈര്യലേപനത്തിലൂടെയൊക്കെ അത് സ്ഥിരപ്പെടുത്തിയെടുക്കുന്നതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ഓൾറെഡി ബാപ്റ്റിസത്തിൽ കിട്ടും. പിന്നെ നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല പക്ഷേ പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അത് ഊതി. ഇപ്പോൾ തിമോത്തി 1 പറയത്തില്ലേ, ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറയും. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം ഊതി കത്തിക്കാൻ. അതാ നല്ല രസമുള്ള വാക്കാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്, ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ്. എന്നുവെച്ചാൽ ഊതി കത്തിക്കുകയാണ്. അതായത് നമ്മൾ ഊതാറുമില്ല, കത്തിക്കാറുമില്ല. പരിശുദ്ധാത്മാവിന് വരുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു വിഷയം അതാണ്. നമ്മൾ ഊതാറുമില്ല, കത്തിക്കാറുമില്ല. നാട്ടുകാരൻ മൊത്തം നമ്മൾ ഊതും, പക്ഷെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഊതാറില്ല. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, സദാ പ്രാർത്ഥനയും നിരന്തരം. പരിശുദ്ധാത്മാവിന് നമുക്ക് ലീവ് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ലീവ് കൊടുത്ത് ഇപ്പം നമ്മൾ സംഭവിക്കുക, ഇപ്പോൾ 21:36 പറഞ്ഞില്ലേ, 21:36 എന്താ പറഞ്ഞത്? സംഭവിക്കാൻ പോകുന്നതെന്നെല്ലാം രക്ഷപ്പെടാൻ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ഹാജരാകാൻ സദാ പ്രാർത്ഥനാ നിരതരും. അവിടെ ഒരു വിഷയം, സദായ്ക്കാണ് വാക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല പറയണത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടത്രയും വോൾട്ടേജ് സിംഗിൾ ഫേസിലാണ് പോകുന്നത്. നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യണത്. സിംഗിൾ ഫേസ് വർക്ക് ചെയ്താൽ അതിൻ്റെ ബൾബൊക്കെ തെളിയിക്കാൻ പറ്റും, ഇതുപോലെ ഫാനൊക്കെ കറക്കാൻ പറ്റും. പക്ഷെ ഒരു മോട്ടർ, ഒരു അരിയോ ഗോതമ്പോ ഒക്കെ പൊടിപ്പിക്കണമെങ്കിൽ അത് വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ ഒരു മോട്ടർ 3 ഫേസിൻ്റെ മോട്ടർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലെന്നല്ല, നമുക്കൊക്കെ കുടുംബ പ്രാർത്ഥന ഉണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ഉണ്ട്. ഓരോ വീടുകളിലൊക്കെ ചെന്ന് 1 കിലോ 2 കിലോ ഒക്കെ പുസ്തകം തന്നെ പ്രാർത്ഥനാ പുസ്തകമുണ്ട്. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സദാ പ്രാർത്ഥന, അപ്പം നിങ്ങളവർക്ക് ഇതുപോലെ എപ്പോഴും പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അതല്ല. സദാ പ്രാർത്ഥന മീൻസ് പ്രെയർ കോൺഷ്യസ് ആണ്. നമ്മൾക്ക് എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഇത് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. കർത്താവേ, നിന്നെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ തരണേ. അങ്ങനെ നിന്നെക്കുറിച്ചുള്ള ചിന്ത തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നിലനിർത്തി തരാൻ വേണ്ടി പ്രാർത്ഥിച്ച
പിന്നീട് ഈ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഓരോരോ സമയത്ത് വേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇപ്പം നിങ്ങൾ പറയും, ഇപ്പം നമ്മൾ പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട് എന്താണ്, ഇപ്പോൾ ഔസേപ്പിതാവിൻ്റെ കാലമാണിത്. ഇപ്പം നമ്മൾ പറയും ഔസേപ്പിതാവ് നല്ല മരണത്തിൻ്റെ പുണ്യാളനാണെന്ന് പറയും. അപ്പം നല്ല മരണത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുണ്ട് അല്ലേ? നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഗർഭിണികൾ ആശുപത്രി ടെസ്റ്റിന് പോകുന്ന സമയത്തുള്ള പ്രാർത്ഥനയുണ്ട്. അബോർട്ടാകാതിരിക്കാനും ഡോക്ടറിനെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ തന്നെ ഒരു 10-20 കൊല്ലത്തിനും ഇത്തരം പ്രാർത്ഥന കൂടെ എഴുതിയിട്ടുണ്ട്. കാരണം എനിക്ക് ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്ന കാരണം അവസ്ഥകളെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. നമ്മുടെ കൃപാസന പുസ്തകത്തിലുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം. ജോലിയും ജപിക്കുന്ന മുമ്പ്, യാത്രയ്ക്ക് പോകുന്ന മുമ്പ്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. പരീക്ഷയ്ക്ക് പോകാൻ നേരത്തുള്ള പ്രാർത്ഥന, എല്ലാത്തിനും പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ ചെന്ന് പെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റണ പ്രാർത്ഥന ഒരു പുസ്തകത്തിലും കാണത്തില്ല. നമ്മൾ ചെന്ന് പെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റുന്ന പ്രാർത്ഥന ഒരു പുസ്തകത്തിലും ചിലപ്പോൾ കാണത്തില്ല. കാര്യം അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഈ മനുഷ്യനോട് കർത്താവേ, ഈ 14-ാം നിലയിലെ സിം ഒടിക്കാൻ പോകുന്ന മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കാരണം നാളെ അകത്ത് പോവുകയാണ്. ഒന്നെങ്കിൽ പോലീസ് മുകളിലോട്ട് കയറി വരും, അല്ലെങ്കിൽ അയാൾക്ക് താഴെ ഇറങ്ങേണ്ടി വരേണ്ടി വരും. എന്തായാലും അകത്താവും. ഈ മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഇവിടെ പ്രാർത്ഥനയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഇതിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഈ മനുഷ്യന് വേണ്ടിയുള്ള സ്യൂട്ടബിൾ പ്രെയർ ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ പൗലോസ് പറയുന്നത്, അതായത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. ശ്രദ്ധിച്ച മക്കളെ, യേശു സ്വസ്ഥം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പം അച്ഛൻ പറയുന്ന മക്കൾക്ക് മനസ്സിലായോ? അതായത് എല്ലാത്തിനും A to Z നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ പുസ്തകത്തിൽ പ്രാർത്ഥനയുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രെയിഞ്ച് ജീവിതാനുഭവങ്ങളിലൂടെയാണ് പോകണമെങ്കിൽ അതിന് പറ്റിയ പ്രാർത്ഥന ഈ പുസ്തകത്തിൽ ചിലപ്പോൾ കാണത്തില്ല. ഇപ്പം അതുപോലെയാണ് ഈ മനുഷ്യൻ ചെന്ന് പെട്ടിരിക്കുന്നത്. എന്താണ്? 14-ാം നിലയിൽ താഴെ ഇറങ്ങിയ പോലീസ് വരും, അല്ലെങ്കിൽ മുകളിലോട്ട് പിടിക്കും. അകത്ത് പോയാൽ ജാമ്യവും ഇല്ല. എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മളകത്ത് പോയാൽ അങ്ങനെ ഒത്തിരി കാശ് ഗവൺമെൻറ്റിൽ നിന്നും ഈ ധാന്യമൊക്കെ സപ്ലൈ ചെയ്യുന്ന വ്യവസായിയാണ്. അങ്ങനെയൊക്കെ അത് കിട്ടാൻ ഉണ്ട്. പക്ഷേ അകത്ത് പോയാൽ പിന്നെ കിട്ടത്തില്ല, ഈ പൈസ എല്ലാം പോകും. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് പ്രതീക്ഷ വെക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പൗലോസിന് ഈ വിഷയം ഉണ്ടായിരുന്നു. കാര്യം എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഓരോരോ ഇപ്പോൾ സഭയിലുള്ള പ്രശ്നങ്ങൾ 14 സഭകൾ അങ്ങനെ സ്ഥാപിച്ചു. ആ സഭയിലെല്ലാം പ്രശ്നമുണ്ടായി. കൊറോന്തസ് സഭയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പല ആൾക്കാരും വ്യാജ ഉപദേശങ്ങൾ ആ സഭയിൽ തന്നെ വന്ന് പറയും. നമ്മളിതുപോലെ ഇപ്പോഴത്തെ പോലെ ഫോൺ വിളിച്ച് സംസാരിക്കാനോ വണ്ടിയെടുത്ത് ചെല്ലാനോ പറ്റാത്ത അവസ്ഥയാണ്. കപ്പൽ കയറി പോകണം. കപ്പലിൻ്റെ സ്വഭാവമാണെങ്കിൽ കാറ്റനുസരിച്ചാണ്. ഒരു ദിവസം അങ്ങോട്ട് നമ്മൾ 2 കിലോമീറ്റർ പോയാൽ രണ്ടാമത്തെ ദിവസം കാറ്റ് തിരിഞ്ഞ് വീശുമ്പോൾ 3 കിലോമീറ്റർ പുറകോട്ട് വരും. ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും പോയാണ് നമ്മൾ അവിടെ എത്തണത്. ഏത് കാലത്ത് എങ്ങനെ അവസാനിക്കും? സംഘർഷം കൊണ്ട് സംഘർഷം. എന്ത് പ്രാർത്ഥിക്കണം? ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് പൗലോസിന് പിടിയുമില്ല. അപ്പം നമുക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. ഈ ഓരോ ജീവിതത്തിൻ്റെ സ്ട്രെയിഞ്ച് വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ പിടികിട്ടാത്ത ഈ നേരത്തെ നമ്മൾ അനുഭവിക്കാത്ത വിഷയങ്ങൾ, അത് നല്ലതും വരും മോശവും വരും. അതല്ലേ മോസസിനോട് പറയണത്, ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ നടത്തും. ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ.
അപ്പോൾ സ്ട്രെയിഞ്ചായിട്ടുള്ള അപരിചിതമായിട്ടുള്ള വഴികൾ, ഈ അപരിചിതമായിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾക്ക് പരിചിതമില്ലാത്ത പ്രാർത്ഥന, പൗലോസ് പറയും വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല. എന്ത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം ആ മനുഷ്യനെ. അങ്ങനെയുടെ അപ്പോസ്തല ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചതാണിത്. കാര്യം നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ, വെളിപാടുകൾ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവനൊരിക്കലും മുള്ള തന്നിരിക്കുന്നു പറഞ്ഞ പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. തലയുടെ കിളി പോയെന്ന് പറയത്തില്ല, അതുപോലുള്ള അവസ്ഥ വരികയാണ്. ഇങ്ങനെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ആത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണത്? നമുക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണത്? നിസ്സാരമല്ല. ഒരു അപ്പോസ്തലനാണിത് പറയണത്. അങ്ങയുടെ സഭയിൽ അങ്ങേ യേശുക്രിസ്തു കഴിഞ്ഞ പിന്നെയുള്ള ഒരാളാണ്. അങ്ങേരുടെ നിസ്സഹായ അവസ്ഥ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാൻ, ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ 4ാം ക്ലാസ്സിൽ കൊച്ചാ പറയണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓ സാരമില്ല, കൊച്ചിന് അറിയാത്തവരാണ്. ഇതാരാ പറയണത്? ഒരു അപ്പോസ്തലനാണ് പറയണത്. എല്ലാം അറിയാവുന്ന മനുഷ്യൻ എന്ന് നമ്മൾ പറയും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇടയ്ക്ക് പറയും അറിയാം, പക്ഷേ അറിയാം എന്ന് വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അതൊന്നാണ് പ്രാർത്ഥനയ്ക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇടയ്ക്ക് പറയവേ അറിയാം എന്ന് എല്ലാവരും പറയും, അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന്. അറിയേണ്ടത് എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്നാണ്. അപ്പം അറിയേണ്ട ഒരു കാര്യമാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴാണ്? നമ്മുടെ ബലഹീനതയിൽ. അതാ 1 കൊറിന്ത്യൻസ് 5:2 അറിയാമെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അത് ഏറ്റുപറച്ചിലാണ്. അപ്പോസ്തലൻ ഏറ്റുപറച്ചിലാണ് ശരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കും കർത്താവേ അപ്പോസ്തലന്മാർ വരെ ഇങ്ങനെ പറയണം പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമ്മൾ ജാഗരൂകതയായിരിക്കണം. ഇപ്പം ജാഗരൂകത എന്ന് പറയണത് ഇപ്പം നമ്മൾ 21:36 എന്താ പറയണത്? സംഭവിക്കാൻ പോകുന്നതെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സദാ പ്രാർത്ഥനാ നിരതരും ജാഗരൂകരുമായിരിക്കാൻ. പക്ഷേ ജാഗരൂകത എന്തിനെക്കുറിച്ചാണ് വേണ്ടത്? ഒന്നാമത് ജാഗരൂകത നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല എന്നുള്ള നിസ്സഹായതയെക്കുറിച്ചാണ്. പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ആദ്യത്തെ ജാഗരൂകത വേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുന്നതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം.
വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം.